ദുരന്തമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിയന്തര പരിശീലനവും അടിയന്തര ഘട്ടങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും അടുത്തറിയാൻ അവസരമൊരുക്കി കേരള ഫയർഫോഴ്സിന്റെ സ്റ്റാൾ. ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് അഗ്നിരക്ഷാ സേനയുടെ സ്റ്റാൾ ധൈര്യവും മാതൃകയും പകർന്നു നൽകുന്നത്. ഇത് ഏത് ദുരന്തമുഖത്തെയും ചങ്കുറപ്പോടെ നേരിടാൻ കഴിയുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. ദുരന്തമുഖത്തെ നേർക്കാഴ്ചകൾ ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതും മാത്രമല്ല, കൂടുതൽ അറിയുവാനും എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഫയർഫോഴ്സിന്റെ ഈ സ്റ്റാളിൽ നിന്നും അറിയാൻ സാധിക്കും. കേരളം ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ഫയർഫോഴ്സിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. 2018 പ്രളയവും മൂന്നാർ പെട്ടിമുടിയിലെയും വയനാട്ടിലെയും ദുരന്തമുഖത്ത് എല്ലാം ചങ്കുറപ്പോടെ സേവനം ചെയ്ത അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വലിയ തുണയാണ് നാടിന് സമർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനയുടെ രക്ഷാപ്രവർത്തന രീതിയാണ് പ്രധാനമായും പ്രദർശന വിപണന മേളയിൽ പരിചയപ്പെടുത്തിയത്. ആശങ്കപ്പെടാതെ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ അങ്ങനെ ചെയ്യാവുന്നതിനെ പ്രാപ്തരാക്കി മാറ്റുക എന്നാണ് ഈ ഒരു സ്റ്റാളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു അപകടം നടന്നാൽ, ഇപ്പോൾ ഒരു ജലാശയ അപകടം നടന്നാൽ അതെങ്ങനെ സുരക്ഷിതമായിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫയറുണ്ടായി, ഒരു എസ്റ്റിംഗ്വിഷർ എടുത്ത് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹം ആ എസ്റ്റിംഗ്വിഷർ എടുത്ത് ഉപയോഗിച്ചിട്ട് ആ അപകടത്തെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അറിഞ്ഞുകൂടെങ്കിലോ? അപ്പോൾ ഒരു അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപകടകാരണമായ സംഭവങ്ങളെ അതെങ്ങനെ തരണം ചെയ്യാവുന്നതിന് ഒരു ഫെമിലറൈസേഷൻ കൂടിയാണ് ഈ ഒരു എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂബ ഡൈവിംഗ്, മുങ്ങൽ വിദഗ്ധർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം, അപകടത്തിൽപ്പെട്ട വണ്ടികളെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ന്യൂമാറ്റിക് ബാഗ്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അസ്ക തുടങ്ങി ഫയർഫോഴ്സ് ഉപകരണങ്ങളും സന്ദർശകർക്കായി പരിചയപ്പെടുത്താൻ പ്രദർശനമേളയിൽ ഉണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരിശീലനവും ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്ത്രീകൾക്ക് എന്താ പ്രത്യേകിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഏത് സിറ്റുവേഷനിലും ആണുങ്ങളായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാവാതെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ബേസിക്കായിട്ട് ഇവിടെ നമുക്ക് ബോധവൽക്കരണം ചെയ്യാൻ പറ്റുന്നത്. ഒരു ആക്സിഡന്റ് ഉണ്ടായി കിടക്കുന്ന ആളെ നമ്മൾ പെട്ടെന്ന് നോർമലായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ ഇഞ്ചുറീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അവെയർ ആവുകയാണെങ്കിൽ അവരാണെങ്കിൽ പോലും വീട്ടിൽ ചെയ്യുക, ഇപ്പം ഒരു ചോക്കിങ് വരികയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ടെൻഷനാകുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതു അപകട സാഹചര്യങ്ങളിലും ധൈര്യപൂർവ്വം പെരുമാറുകയാണ് വേണ്ടതെന്നും അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും നേരിടണമെന്നും കൃത്യമായി ബോധവൽക്കരണം നൽകുകയാണ് ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.